ഹായ്. കൊളസ്ട്രോളിന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അത് ശരീരത്തിന് കേടായിട്ടുള്ളൊരു സാധനമാണ്. ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ഡോക്ടേഴ്സ് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എഴുതി കൊടുക്കുമ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. കൊളസ്ട്രോൾ, LDL, VLDL, HDL, ട്രൈഗ്ലിസറൈഡ്സ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പല ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ്. കൊളസ്ട്രോൾ ശരിക്കും ശരീരത്തിന് കേട് മാത്രം തരുന്ന ഒരു ഫാക്ടറാണോ? ബോഡിക്ക് ഒരുപാട് ഗുണങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ വരുന്ന ടെസ്റ്റുകൾ, ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതൊക്കെ എത്രയാണ് വരേണ്ടത്? ഇതിൻ്റെ എമൗണ്ട്, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. കൊളസ്ട്രോൾ ശരീരത്തിലെ കോശങ്ങളുടെ ഫോർമേഷൻ, അതായത് സെൽ മെംബ്രെയിൻ ഫോർമേഷന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊളസ്ട്രോളിൻ്റെ സഹായത്താലാണ്. കൊളസ്ട്രോളെ കൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കോശങ്ങളുടെ ഫോർമേഷൻ, അതായത് സെൽ മെംബ്രെയിൻ ഫോർമേഷൻ, ഒരുവിധം ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സൺലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനും കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട്. ബൈൽ ആസിഡ്സ് ലിവറിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഈ ബൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോൾ ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ബൈൽ എന്ന് പറയുന്നത്. അത് ഉൽപ്പാദിപ്പിക്കാനും കൊളസ്ട്രോളിന് ആവശ്യമുണ്ട്. ഈ ലിപ്പിഡ്സ് അഥവാ കൊഴുപ്പുകൾ ബ്ലഡിലൂടെ അങ്ങനെ അലിഞ്ഞു പോവുകയില്ല. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അതായത് ബ്ലഡിലൂടെ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസാണ് ഈ ബ്ലഡ് ടെസ്റ്റിൽ കാണുമല്ലോ. LDL, VLDL, HDL, ഇതൊക്കെ ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ഈ LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ ലിവറിലുള്ള കൊഴുപ്പിനെ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് രക്തക്കൊഴലുകളിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ രക്തക്കൊഴലുകൾ കൊണ്ട് ഒരുപാട് ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിക്കും. അവിടെ പ്ലാക്ക് ഫോം ചെയ്യും. അങ്ങനെ രക്തക്കൊഴലുകൾ ചുരുങ്ങി പോവുകയും ചെയ്യും. അതിപ്പോൾ കാലിലുള്ള രക്തക്കൊഴലിലാണ് ഈ ഒരു ഡിപ്പോസിഷൻ എങ്കിൽ കാലിലേക്കുള്ള രക്തഓട്ടത്തിന് അത് ബാധിക്കും. അത് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലിലാണ് ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളൊരു അവസ്ഥ വന്നേക്കാം. അതുപോലെ തന്നെ ഈ ഫാറ്റ് ഡിപ്പോസിഷന് ബ്രെയിനിലോട്ടേക്കുള്ള പോകുന്ന രക്തക്കൊഴലുകളിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള ഒരു അവസരം. അതുകൊണ്ട് തന്നെ LDL ചീത്ത കൊളസ്ട്രോളാണ്. അത് നമ്മളിപ്പോഴും കൺട്രോളിൽ വെക്കണം. അടുത്ത ഒരു ലിപ്പോ പ്രോട്ടീനാണ് VLDL. ഇതും ഒരു ചീത്ത കൊളസ്ട്രോൾ ആണ്. VLDL വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ്. ഇത് ലിവറിൽ നിന്നും ബോഡിയുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ടിഷ്യൂസിൽ കൊണ്ട് ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും. ഇത് ശരീരത്തിന് നല്ലതല്ല. അത് നമ്മളൊരു കൺട്രോൾ എപ്പോഴും വെക്കേണ്ടതാണ്. അടുത്തൊരു ലിപ്പോ പ്രോട്ടീനാണ് HDL, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഇത് നല്ല കൊളസ്ട്രോളാണ്. ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ചീത്ത കൊളസ്ട്രോൾ കൊണ്ട് രക്തക്കൊഴലുകളിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെ തടയാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് HDL. അതായത് രക്തക്കൊഴലുകളിൽ ഉണ്ടാകുന്ന ഫാറ്റ് ഡിപ്പോസിഷനെ തടയാൻ സഹായിക്കുന്ന ഒരു ലിപ്പോ പ്രോട്ടീനാണ് HDL. അങ്ങനെ 3 ലിപ്പോ പ്രോട്ടീൻസിനെ പറ്റി പറഞ്ഞു: HDL, LDL, VLDL. അടുത്തത് കൊളസ്ട്രോൾ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറാണ്. അതിന് കുറച്ച് ശതമാനം മാത്രമേ നമുക്ക് ഭക്ഷണം വഴി കൊളസ്ട്രോൾ ബോഡിയിലേക്ക് എത്തുന്നുള്ളൂ. അതും ആനിമൽ ഫുഡ് സോഴ്സ്, റെഡ് മീറ്റ്, ചിക്കനൊക്കെ കഴിക്കുമ്പോഴാണ് അധികമായിട്ട് കൊളസ്ട്രോൾ ശരീരത്തിലേക്ക് എത്തുന്നത്. ഈ കൊളസ്ട്രോളാണ് നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ, അതായത് ഹോർമോണൽ സിന്തസിസിന് വേണ്ടിയിട്ട്, കോശങ്ങളുടെ സെൽ മെംബ്രെയിൻ ഫോർമേഷന് വേണ്ടിയിട്ടൊക്കെ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം ശരീരത്തിന്, ബോഡിക്ക് അത് വളരെ കേടാണ്. എപ്പോഴും ഒരു പരിധി വരെ നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് വെക്കണം. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ കാണുന്ന ഒരു സംഗതിയാണ് ട്രൈഗ്ലിസറൈഡ്സ്. ഈ ട്രൈഗ്ലിസറൈഡ്സ് പ്രധാനമായും നമുക്ക് ഫുഡ് സോഴ്സ് വഴിയാണ് ബോഡിയിലേക്ക് കിട്ടുന്നത്. അതും പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സോഴ്സസ്, ഓയിലൊക്കെ ഉണ്ടല്ലോ, ഈ വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ കിട്ടുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ശരീരത്തിൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ ലിവർ ട്രൈഗ്ലിസറൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല, പക്ഷേ ഇതൊരു മേജർ സോഴ്സ് ഓഫ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രൈഗ്ലിസറൈഡ്സ് ശരീരത്തിന് ആവശ്യമില്ല. അതും എപ്പോഴും നമ്മളൊരു കൺട്രോളിൽ കൊണ്ടുവരണം. ചീത്ത കൊളസ്ട്രോൾ എങ്ങനെയാണ് ശരീരത്തിൽ ഇത്ര കൂടുതൽ വരുന്നത്? അതിൻ്റെ പ്രധാന കാരണം ഡയറ്റ് തന്നെയാണ്. ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാത്തത്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ ചീത്ത കൊളസ്ട്രോൾ അടഞ്ഞു കൂടുന്നത്. അതോടൊപ്പം തന്നെ അമിതവണ്ണമുള്ള ആളുകൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാത്തതും ഇതൊക്കെയാണ് ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടാനുള്ള കാരണം. അതുകൂടാതെ തൈറോയ്ഡ് സംബന്ധമായിട്ട്, അത് ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസിലും ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് കാണും. അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു പക്ഷേ LDLന്റെ അളവ് കൂടിയേക്കാം. ഈ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒരു പരിധിക്കപ്പുറം കഴിക്കുന്ന ആളുകളിലൊക്കെ ഈ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ്, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം. ചില ആളുകളിൽ ജനിതകമായിട്ടും ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയേക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ടെൻഡൻസീസ് ഒക്കെ ഇതിൽ കാണാറുണ്ട്.
അങ്ങനെ LDL ഒക്കെ ഒരു പക്ഷേ 200 മുകളിലോട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കേസസും കാണാം. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുക്കണം. അവർ LDL കൊളസ്ട്രോൾ ഒരു കൺട്രോളിൽ വെക്കണം. ഈ എക്സസ് കൊളസ്ട്രോൾ ഉള്ള ആളുകളുടെ കണ്ണിൻ്റെ ഒക്കെ ചുറ്റും ഫാറ്റ് ഡെപ്പോസിഷനെ കാണാം, മഞ്ഞ കളറിലുള്ള ചാന്തലസ്മ എന്ന് പറയും. ചില ആളുകൾ പറയും ഞാൻ അങ്ങനെ ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല, ഞാൻ ഇറച്ചിയൊന്നും അങ്ങനെ കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞാലും അവരുടെ കൊളസ്ട്രോളിൻ്റെ അളവ് ചിലപ്പോൾ കൂടിയേക്കാം. അതിനൊരു പ്രധാന കാരണം അവർ അരി അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് കാർബോഹൈഡ്രേറ്റ്സ് എക്സസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടാകും. ഈ കാർബോഹൈഡ്രേറ്റ്സ് എക്സസ് ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഫാറ്റായിട്ടാണ് ഇത് കൊഴുപ്പായിട്ടാണ് ഇത് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് കൊളസ്ട്രോൾ കൂടാം. ഇതിൻ്റെയൊക്കെ അളവ് എത്രയാണ് വേണ്ടത്? ഒരു ഹെൽത്തി ബോഡിക്ക് ഈ കൊളസ്ട്രോളും നേരത്തെ പറഞ്ഞ ലിപ്പോ പ്രോട്ടീൻസിൻ്റെ അളവ് എത്രയാണ് വേണ്ടത്? കൊളസ്ട്രോൾ ആണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ 200 താഴെയാണെങ്കിൽ അത് ഹെൽത്തിയാണ്. 240 വരെയൊക്കെ പോകാം. അങ്ങനെ 240 വരെയൊക്കെ എത്തുമ്പോഴത്തേന് തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസും ഡയറ്റൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 240 മുകളിലാണെന്നുണ്ടെങ്കിൽ അത് മെഡിസിൻ എടുക്കുന്നതാവും നല്ലത്. LDL ആണെങ്കിൽ 100 താഴെ ഭയങ്കര ഹെൽത്തിയാണ്. 130 ഒക്കെ വരെ പോകാം. 130, 160 ഒക്കെ എത്തുമ്പോഴത്തേനും തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വേണം. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 160 ശേഷമാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുത്ത് തുടങ്ങണം. അത് ഭയങ്കര റിസ്ക് ആണ്. HDL അതായത് ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോളാണ്, നല്ല കൊളസ്ട്രോളാണ് HDL. 45 മുകളിലൊക്കെ ആണെങ്കിൽ അത് ഹെൽത്തിയാണ്, നല്ലതാണ്. 45 മുകളിലാണ് നമ്മൾക്ക് വേണ്ടത്. 40 താഴെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. VLDL അതൊരു ചീത്ത കൊളസ്ട്രോളാണ്. അതിൻ്റെ എമൗണ്ട് 45 താഴെയായിട്ട് തന്നെ എപ്പോഴും വേണ്ടത്. പിന്നെ ഉള്ളത് ട്രൈഗ്ലിസറൈഡ്സും ഒരുപാട് ശരീരത്തിന് ആവശ്യമില്ല. 150 വരെ പോവാം. 150 താഴെ ആണെങ്കിൽ അത് ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 200 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീത്ത കൊഴുപ്പ്, അതായത് ശരീരത്തിന് അധികം ആവശ്യമില്ലാത്ത നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കേണ്ട കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പം പൊരിച്ച ഭക്ഷണങ്ങൾ, ഫ്രൈഡ് ഫുഡ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ചീസ്, ക്രീം, ബട്ടർ, ബിസ്ക്കറ്റ്സ്, കേക്കുകൾ, പേസ്ട്രീസ്, അതുപോലെ തന്നെ എഗ് യോക്കിലും കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷെ നമ്മൾക്കത് ഒരു പരിധി വരെ എഗ് യോക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഒരു പരിധിക്ക് കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ അളവ് ബോഡിയിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രാൻസ്. നമ്മൾ പുറത്തുനിന്നൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം ഉപയോഗിച്ച എണ്ണ ചൂടാക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് വളരെ കേടാണ്. അവിടെ ട്രാൻസ് ഫാറ്റ് ഡെവലപ്പ് ചെയ്യും. ഈ ട്രാൻസ് ഫാറ്റും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. വനസ്പതി പോലെയുള്ള ഐറ്റംസിലൊക്കെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പാക്ഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടുമല്ലോ, പൊരിച്ചതൊക്കെ, എന്തെങ്കിലും ബേക്കറി ഫുഡ് പാക്ഡ് ആയിട്ട് വരുമ്പോഴൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാവും. അതിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ധാരാളമായിട്ട് ഉപയോഗിക്കാത്തതാവും നല്ലത്. ചില കേസസിൽ ട്രാൻസ് ഫാറ്റിന് പകരം ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ പാർഷ്യലി ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പാക്ഡ് ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടെ നോക്കി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചില വീടുകളിലും ഉപയോഗിച്ച എണ്ണ ഒരുപാട് തവണ ചൂടാക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ശീലം മാക്സിമം ഒഴിവാക്കുന്നതാവും നല്ലത്. അവിടെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് ഒരു ചീത്ത കൊളസ്ട്രോളാണ്, നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു കൊളസ്ട്രോളാണ്. അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നല്ല കൊഴുപ്പ്, അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ശരീരത്തിന് ആവശ്യമുണ്ട്. ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ബ്ലഡ് പ്രഷർ കൂട്ടുന്നത് തടയാനൊക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. അതടങ്ങിയിട്ട് എല്ലാ പച്ചക്കറികളിലും വെജിറ്റബിൾസിലൊക്കെ ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ നല്ലതാണ്, അവോക്കാഡോ നല്ലതാണ്, നട്ട്സിൽ കാഷ്യൂ, ആൽമണ്ട്, വാൾനട്ട് ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്നത് ഒരു പരിധി വരെ ഇതൊക്കെ കൺസ്യൂം ചെയ്ത് വളരെ നല്ലതാണ്. പിന്നെ മീനുകൾ, മത്തി, അയില, അതുപോലെ തന്നെ സാൽമൺ പോലെയുള്ള മീനുകൾ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ്സ് നല്ലതാണ്, അതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ചിയാ സീഡ്സ് നല്ലതാണ്, കടുക് നല്ലതാണ്, ബ്രിഞ്ചോൾ, ബീൻസ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഫുഡ്, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധി വെച്ച് ഒരു ലിമിറ്റിൽ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക.
അതോടൊപ്പം തന്നെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നടക്കാം, അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യാം, ഡാൻസ് ചെയ്യാം. എങ്ങനെയെങ്കിലും ഡെയിലി ഒരു അരമണിക്കൂർ നന്നായി വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക. മെഡിസിൻസ് എടുക്കേണ്ട കേസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് മെഡിസിൻസ് എടുത്ത് ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ, അതായത് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സിനൊക്കെ അളവ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഹോമിയോപ്പതി മെഡിസിൻസിനും ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക്